എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലെ ഈ കിഴി റിയാക്ഷനാണ്. വേട്ടയ്യൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer എത്തിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 10 മിനിറ്റ്. പക്ഷെ അത് സഹിക്കല്ലേ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഈ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ലേറ്റ് ആകുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അതൊക്കെ പോട്ടെ, അതിനേക്കാൾ അപ്പുറത്ത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഈ ടീസറിന് ട്രailerലൊക്കെ വേറെ പേരിട്ട് വിളിക്കുന്നത് അത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതേതാ തിരിച്ചറിയൂലല്ലോ. ടീസറാണോ ട്രെയിലറാണോ? അത് മാത്രല്ല, അതിന് ആൾക്കാർ സെർച്ച് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിൽ കുറച്ച് വ്യൂസ് കുറയും. അത് നമുക്കും കുറവാണ്, അവർക്കും കുറവാ. മറ്റേത് ടീസർ എന്ന് പറഞ്ഞടിച്ചാ എല്ലാം വരും, അല്ലെങ്കിൽ ട്രെയിലർ എന്ന് പറഞ്ഞടിച്ചാൽ മതി. ഇത് മറ്റേ ഷോക്കേഴ്സ്, റിവ്യൂ, എന്തൊക്കെ തരം ഐറ്റംസ് ആണെന്നറിയോ. ഫസ്റ്റ് ഡ്രോപ്പ്, ഇങ്ങനെ കുറെ പരിപാടികളുണ്ട്. എന്തായാലും ഇത് ട്രailer തന്നെയാണ്, ഒഫീഷ്യൽ ട്രailer. ഒക്ടോബർ 10 സിനിമ റിലീസിനെത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കിടിലൻ സാധനം എന്താണെന്നുള്ളത് നോക്കാം. കിടിലൻ സാധനമാണോ എന്ന് ആദ്യം നോക്കാം. അത് ശരിയാണ്, എന്നിട്ട് നമുക്ക് ബാക്കി. അല്ല, ആ കിടിലൻ സാധനം എന്താണെന്ന് നോക്കാമെന്ന് പറയാൻ കാരണം എന്താ അറിയോ, TJ ജ്ഞാനവേൽ, ജയ് ഭീം സംവിധായകൻ. അതൊരു സത്യം. തുടങ്ങാം. 2:40. 2:49. 2:40 റെഡി. ഓ മൈ ഗോഡ്, ക്രിസ്റ്റഫറിന്റെ ആണല്ലോ. ബട്ടർഫ്ലൈ കഴിഞ്ഞു. இதுதான் கிரிமினலோட ஐடென்டிட்டின்னு எதையும் ஐசோலேட் பண்ணி சொல்ல முடியல சார். அதனால லா அண்ட் ஆர்டர் மெயின்டைன் பண்ண முடியலன்னா எல்லாரும் ரிசைன் பண்ணிட்டு போங்கயா. ஒரு வாரத்துல என்கவுண்டர் பண்ணியா? தேவையில்லை சார், 1 வாரம் ரொம்ப அதிகம். 3 நாள்ல டிபார்ட்மெண்ட்டுக்கு நல்ல பேர் வரும். Justice delayed is justice denied. Justice hurried is justice buried. സൗണ്ട് പക്ക. நேரத்தோட மதிப்பு தெரிஞ்ச ஒருத்தன் தான் சாதிக்க முடியும். திருடுன்னா அவசியம் இல்லை, கொஞ்சம் மூளை இருந்தா போதும். അവന്റെ ക്യാരക്ടർ എന്താണ്? குற்றங்கள் தொட்டதாய் மாதிரி அதை உணர விடக்கூடாது சார். அவன் கிட்ட வக்கீல் படையே இருக்கு. அவன் நெட்வொர்க்ல 2000 பேருக்கு மேல இருக்காங்க. இவ்வளவு பெரிய போலீஸ் ஃபோர்ஸ் வெப்பன்ஸ் பவர் இருந்து ஒரு கிரிமினல் அட்ரோல் பண்ணிட்டு இருக்காங்க சொன்னா அங்க போலீஸ் சரியா வேலை செய்யலன்னு அர்த்தம். சும்மா பேசிட்டு பிரயோஜனம் இல்லை, அவனை தூக்குவான். காட்டே ഓഹോ, നിർത്തി പറയാൻ പറ്റുമോ? ഇല്ലല്ലേ. ഇത് ഹുക്കും അല്ലേ? நீதியான நாங்க நம்பு, இன்னொரு அநீதியான இல்லை. அநியாயம் நடக்கும்போது போலீஸ் அமைதியா இருக்கிறத விட அதிகாரத்தை கையில் எடுக்கிறது தப்பில்லை ஜட்ஜ் சார். കൂടി நீங்க என்ன எந்த போஸ்ட தூக்கி அடிச்சாலும் நான் அதே போலீஸ்காரன் தான். என்கிட்ட இருந்தவனை யாராலையும் காப்பாற்ற முடியாது. അളിയാ, നല്ല മേക്കിംഗ് ആണ്. ഫൈറ്റ് രംഗങ്ങളൊക്കെ വളരെ മികച്ചതാണ്. പക്ഷേ സാധനം ക്രിസ്റ്റഫറിൻ്റെയാണ്. തീമൊക്കെ സെയിം ആയിട്ടുള്ള ഫീൽ ചെയ്യുന്നു ക്രിസ്റ്റഫറിന്റെ തന്നെ. പിന്നെ ആ ഒരു കോൺക്രീറ്റ് മൊത്തം കൊണ്ടിടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേതിൽ അത് വേറെ രീതിയിൽ, അതായത് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതിനകത്തായിരുന്നു ക്രിസ്റ്റഫറില്. ഇതിനകത്ത് നേരെ കോൺക്രീറ്റിന്റെ മുകളിൽ കൊണ്ടേ തട്ടുക. അങ്ങനെ കുറച്ച് സാമ്യതകളുണ്ട് പലതിലും, പല സംഭവങ്ങളിലും. അതായത് തുടക്കത്തിലെ കാണിക്കുന്ന സംഭവം തന്നെ എന്തോ ഒരു പെൺകുട്ടിക്ക് എന്തോ പറ്റിയിട്ട് അതിന്റെ പ്രശ്നം തന്നെയാണ് കാണിക്കുന്നത്. അത് സെയിം അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നത് അല്ലേ എന്താണെങ്കിലും. പക്ഷെ അതിൽ ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നു,
വരുന്നു കൊല്ലുന്നു, മറ്റൊരാൾ പീഡിപ്പിക്കപ്പെടുന്നു വരുന്നു കൊല്ലുന്നു, ഇത് തന്നെയായിരുന്നു തുടർച്ചയായിട്ട് കണ്ടിന്യൂസ്. അത് തന്നെയാണ്. എന്നാൽ ഇതിൽ ഒരു എതിരാളി വരുന്നുണ്ട്. അതായത് ഇതൊന്നും അനുവദിക്കാത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മറ്റൊരാൾ, ഒരു ശക്തനായ മറ്റൊരാൾ, അതാണ് നമ്മുടെ അമിതാഭ് ബച്ചൻ. ആളുടെ സൗണ്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ, AI ചെയ്തിട്ടുണ്ട്. പ്രകാശ് രാജായിരുന്നു ഇതിൻ്റെ മുൻപ്, അതായത് പ്രിവ്യൂവിൽ സൗണ്ട് കൊടുത്തിരുന്നത്, ഡബ് ചെയ്തിരുന്നത്. അതായത് നന്നായിട്ടോ ഇപ്പോഴാണ് കറക്റ്റ് ബാക്കിയായിട്ട് ഫീൽ ചെയ്തത്. അമിതാഭ് ബച്ചൻ്റെ ആ ഒരു പവർ കിട്ടിയത് ഇപ്പോഴാണ്. എന്താണെങ്കിലും ട്രെയിലർ കണ്ടിട്ട് നമുക്കൊന്ന് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. പക്ഷെ അത് ഏത് രീതിയിൽ കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. കാരണം ഇത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിന്റെ പുറകെ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അത് ക്രിസ്റ്റഫർ തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ഇത്രയും കൂടുതൽ ഇത് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് തോന്നിപ്പോയിരുന്നു. അങ്ങനെ ഒരുപാട് ഇത് തന്നെ കണ്ടിന്യൂസ് ചെയ്യാണ്ട് നല്ല രീതിയിൽ അത് മേക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ പടം വേറെ ലെവലായിരിക്കും. അതെന്തായാലും ഉറപ്പാ. ജയ് ഭീം സിനിമയുടെ സംവിധായകനാണല്ലോ ആള്. അതിൽ പറഞ്ഞൊരു രാഷ്ട്രീയമുണ്ട്, അത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതിനും ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇതിൽ ഈ എൻകൗണ്ടർ പരിപാടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ടി ജെ ജ്ഞാനവേൽ നിൽക്കൂ. ഇതിനകത്ത് എൻകൗണ്ടറിന് സപ്പോർട്ട്, അതുകൊണ്ടായിരിക്കാം രണ്ടുപേരെയും കൊണ്ടുവന്നത്. അമിതാഭ് ബച്ചനെയും സെയിം അതേപോലെ തന്നെ ഒരാളെ അവിടെ എത്തിക്കാൻ കാരണം അതുകൊണ്ടായിരിക്കണം. ഇവര് തമ്മിലുള്ള ഒരു ഈഗോ സാധനമൊക്കെ വരുമെന്ന് തോന്നുന്നു. അവർ തമ്മിലുള്ള ഒരു മത്സരം വരും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും തോന്നുന്നു. പക്ഷെ ഇതിൽ ലാസ്റ്റ് എന്തായാലും രജനീകാന്ത് തന്നെ ആയിരിക്കുമല്ലോ, രജനീകാന്തിന്റെ ഇത് തന്നെയായിരിക്കും നടപ്പാക്കുന്നത്. അല്ലെങ്കിൽ തിയേറ്ററും കത്തി. അപ്പൊ ടി ജെ ജ്ഞാനവേലിന്റെ രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും രീതിയിലാവും. അതങ്ങനെ തന്നെ വരുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തോ ആലോചിച്ചു. അല്ല, അതിലെന്താന്നറിയോ, എന്തോ പറയാൻ വന്നതാണ്, ഡയലോഗ് മറന്നു പോയിന്ന്. അതിലെന്താ അറിയോ സംഭവം, ഈ എൻകൗണ്ടർ പരിപാടി അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് പല ലക്ഷ്യങ്ങളുമായിട്ട് പല സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ ജനഗണമന സിനിമ അല്ലേ, അതിൽ കണ്ടിട്ടില്ല, അതിൻ്റെ ഒരു രാഷ്ട്രീയം കണ്ടിട്ടില്ല. അത് പക്കയായിരുന്നു. അതിൽ മറവിൽ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത് പറയാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലായി. അത് അങ്ങനെ ആയിരിക്കുമല്ലോ, ആ രീതിയിലേക്ക് വരൂല എന്നാട്ടോ നമ്മുടെ വിശ്വാസം. ശരിക്കും ആ രീതിയിൽ രണ്ട് സിനിമകളാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. ഒന്ന് ജനഗണമന, പിന്നെ നമ്മുടെ അഞ്ചാം പാതിരയുടെ ക്ലൈമാക്സ്. അഞ്ചാം പാതിര ക്ലൈമാക്സ് അങ്ങനത്തെ ഒരു സംഭവം. ചിലപ്പോ മേ ബി പറയാൻ പറ്റില്ല. ആളും ചിലപ്പം ഈ തുടക്കത്തിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ലാസ്റ്റിലേക്ക് അത് മാറ്റുന്നതായിരിക്കാം. എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ആളുടെ ഉള്ളിലുള്ള നമുക്കറിയാം, ജൈവം കണ്ടു കഴിയുമ്പോ നമുക്ക് അങ്ങനെ എന്താണോ അത് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അത് അതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലൈമാക്സിൽ ആ ടൈലൻഡില്ലേ, അതിലുണ്ടല്ലോ ആ കാല് കയറ്റി വെക്കുന്ന സമയത്ത് പ്രസ്താവനയാണ് അതൊക്കെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആളുടെ രാഷ്ട്രീയം പക്കയായിട്ട് നമുക്ക് കിട്ടും. കൂടെ അവിടെ തലൈവരുന്നതും ആ രീതിയിലേക്ക് വരും. ശരിക്ക് അത് ഇതിന്റെ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. നല്ല വശം, ഇത് നല്ല ആൾക്കാർ ചെയ്യുമ്പോൾ ഇത് നല്ലതായിട്ട് വരും. അപ്പോൾ ആ രീതിയിൽ ആളെ സപ്പോർട്ട് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ മനുഷ്യന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു എന്ന് വരുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് ഇവർ ഈ എന്താ പറയാ ഈ ഒരു സംഭവത്തിലൂടെ അവർ കാണിക്കുന്നത്. പക്ഷെ ഇത് വികാരം കൊണ്ട് നേരിടുന്നവർക്ക് മാത്രമാണ് ഈ രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ ജനാധിപത്യം അവിടെ തോറ്റുപോവാണ്. ജനാധിപത്യ രീതിയിൽ അതൊരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും. അതിൽ ഏത് രീതിയിൽ ഏത് പക്ഷത്ത് നിന്ന് ടി ജെ ജ്ഞാനവേൽ സിനിമ പറയുന്നുള്ളത് നോക്കി കാണേണ്ട ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും. മറ്റെന്ന് പറഞ്ഞാൽ നിയമം അവര് തന്നെ നിയമം കയ്യിലെടുക്കുന്ന സംഭവം തന്നെയാണ് വരുന്നത്. അതൊരു നെഗറ്റീവ് ആണ് താനും. എന്നാൽ ഇനി അത് ഏത് രീതിയിലാണ് ആള് നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടല്ലോ. എന്തായാലും സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇതൊരു ചർച്ചയാവാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. അതെന്തായാലും എന്താ പറയാ, ഒന്നാമത് തലൈവറും കൂടി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ടാവും ഈ സിനിമയ്ക്ക്. പിന്നെ മഞ്ജു വാര്യരുടെ ക്യാരക്ടർ കണ്ടു, അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെ പോകുന്ന ക്യാരക്ടറാണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അമിതാഭ് ബച്ചൻ പറഞ്ഞ പോലെ തന്നെ ആള് തമ്മിലുള്ള ഒരു ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് മത്സരിക്കുന്നവരായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ആളുടെ റാങ്ക് ഒക്കെ എടുത്തു കളഞ്ഞിട്ട് തരം താഴ്ത്തുന്നുണ്ട് അല്ലേ, പൊസിഷനൊക്കെ തരം താഴ്ത്തുന്നുണ്ട്.
പിന്നെ വേറെ ഞാൻ ഫഹദ് ക്യാരക്ടർ കള്ളനാണോ? കള്ളനാണോ? അത് തിരുടൻ എന്ന് പറഞ്ഞിട്ട് സാധനം ആള് തന്നെ പറയുന്ന ഡയലോഗ് ഉണ്ട്. അതെ, അത് എനിക്ക് തോന്നുന്നു അതായത് അൺഒഫീഷ്യലായിട്ടേ നമ്മുടെ രജനീകാന്തിന്റെ പക്ഷത്ത് നിന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അറിയുന്നതും ഒക്കെ ഈ എൻകൗണ്ടർ ചെയ്യുന്നതിന് മുൻപുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവും ആയിരിക്കാം ചിലപ്പോ. അതിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരുമോ? നെഗറ്റീവ് ഷെയ്ഡിലേക്ക് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ആളൊരു കോമഡി ട്രാക്കും പിന്നെ ഒരു പ്രേമവും ആ ഒരു സെറ്റപ്പിൽ പോകുന്ന രീതിയിലാണ് തോന്നുന്നു. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണല്ലേ? അല്ല, അങ്ങനെയുള്ളവരാണ് പേടിക്കേണ്ടത്, അത് വേറെ സത്യം. ക്യാരക്ടറൈസേഷൻ നോക്കുമ്പോഴേ തീർച്ചയായിട്ടും അതിൽ പലതും ഒളിപ്പിച്ച് വെക്കാം. അതായിരിക്കും ഫൈനൽ സ്റ്റേജിൽ വരുമ്പോ ആളായിരിക്കും ഏറ്റവും വലിയ ക്രൂവലായിട്ടുള്ള ആള്. അപ്പൊ ആ ഒരു സംഭവമാണോ ഇനി കൊണ്ടുവരുന്നതെന്ന് അറിയാം. അങ്ങനത്തെ ആണെങ്കിൽ പോലും ഫഹദിന്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോ അത് പൊളിച്ചെടുക്കുള്ളൂ, ഏതും പൊളിച്ചെടുക്കും. അത് പക്ഷെ ആളിതില് എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഇല്ലാതെ ഇപ്പൊ വിക്രം സിനിമ എന്തുകൊണ്ട് ആള് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ അതിൽ നിന്ന് അതേ ട്രാക്ക് പിടിക്കുന്ന ഒരു പരിപാടി എന്തായാലും ചെയ്യില്ല. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഫഹദ് ചെയ്യാൻ സാധ്യതയുള്ളൂ. എന്തിന് ആവേശം കണ്ടുകഴിഞ്ഞിട്ട് ഇത് അങ്ങേരെ അതിനകത്ത് കാണിച്ച അങ്ങേരുടെ ക്യാരക്ടർ അതിന്റെ ലുക്കും ഇതിൽ വന്നപ്പോൾ ഉള്ള മാറ്റം കണ്ടു. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഒക്ടോബർ 10 ഇനി 8 ദിവസം കൂടി ഉള്ളൂ. ഗംഭീര സിനിമയാവട്ടെ. എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ഒരു തകർപ്പും പടം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.